അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. ശരിക്കും ഇതെല്ലാവരുടെ വീട്ടിലുണ്ടാകുന്ന ഐറ്റംസ് വെച്ചിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് എന്നാൽ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്. ഞാനിപ്പോൾ ഇത് അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. സാധാരണ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന വറുത്ത അരിപ്പൊടി. അപ്പോൾ അതൊരു ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അല്പം നെയ്യും പിന്നെ അല്പം കുരുമുളക് പൊടിയും ചേർത്ത് വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം നല്ല തിളച്ചതിന് ശേഷമാണ് നമ്മൾ പത്തിരിയിലൊക്കെ പൊടി വാട്ടുന്ന പോലെ തന്നെ നല്ലോണം ഇതൊന്ന് വാട്ടിയെടുക്കണം. ഇനി ഈ വാട്ടിയെടുത്ത മാവിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചേർക്കാനുണ്ട്. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്തതാണ്, അതും ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് പൊടിയായി അരിഞ്ഞത്, അതുപോലെ തന്നെ അല്പം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടിച്ച മുളകാണ്, ക്രഷ്ഡ് റെഡ് ചില്ലി. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി ചേർത്താലും മതി കേട്ടോ. അതുപോലെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില. ഇനി ഈ സമയത്ത് നമുക്ക് അല്പം തേങ്ങ ചേർത്ത് കൊടുത്താലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കുമ്പോൾ. ഇനി കയ്യിൽ അല്പം എണ്ണ തടവിയിട്ട് നമുക്കിത് നല്ലോണം തന്നെ ചെറിയ ചൂടോടുകൂടെ തന്നെ ഇത് നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. എന്നിട്ടത് 2 പോർഷനായിട്ട് നമുക്കിത്, ഞാനിപ്പോൾ ചെറിയ പാത്രം ആയതുകൊണ്ടാണ് ഈ 2 പോർഷൻ ആക്കുന്നുണ്ട്. നല്ല വട്ടമുള്ള പാത്രമാണെങ്കിൽ ഫുള്ളായിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇത്തിരി കട്ടി തന്നെയാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. നമ്മൾ ഈ കൈപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത്തിരി കട്ടിയിൽ ഇങ്ങനെ ഫുള്ളായിട്ട് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ ഫുള്ളായിട്ട് പെട്ടെന്ന് പരത്തിയെടുക്കുമ്പോൾ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ വേണമെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കുക, അതുപോലെ വേണമെങ്കിൽ ഡിന്നറിനും കഴിക്കാൻ നല്ലത് തന്നെയാണ്. ഇനി ഇത് തവയിൽ 1-2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി, കൂടുതലൊന്നും വേണ്ട. ഒഴിച്ചതിന് ശേഷം നമുക്കിത് തിരിച്ച് മറിച്ചിട്ട് ചുട്ടെടുക്കാം. ശരിക്കും ഇത് മേലെ നല്ല മൊരിഞ്ഞിരിക്കും, അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്കിത് ചുട്ടെടുത്തിട്ട് തേങ്ങാ ചട്നിയുടെ കൂടെ അതുപോലെ ഉള്ളി ചമ്മന്തി, തക്കാളി ചമ്മന്തി, ഇതെല്ലാം ഇതിന് നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ ഇനി പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെക്കും നമ്മളെല്ലാവരും സേഫായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു.